ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. BBSൻ്റെ പുതിയൊരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും BBSൽ മോർണിംഗ് ഒരു പാട്ടുള്ളതാണ്. മോർണിംഗ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ആ ഒരു പാട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ നൈറ്റാണ് നമ്മുടെ ജയിൽ ടാസ്ക് നടന്നതും അവരത് പൂർത്തീകരിക്കാനും ചെയ്തിട്ടില്ല. അന്നേരം എന്തോ ഒരു സംതിങ് വലിയൊരു ഏറ്റപ്പണി ഇപ്പം അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അതുപോലെ തന്നെ എനിക്ക് അനുമോളുടെ മോർണിംഗ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീരെ പിടിക്കാത്ത കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയാണ് അനീഷ് തറയിലിനോട് ചൊറിഞ്ഞിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ട് ചോട്ടും എന്ന് പറയുന്ന ഒരു വേണ്ടാത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. ഞാൻ പുറത്തിറങ്ങട്ടെടാ, എൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നുള്ള. കാരണം ഇപ്പോൾ ഒരിക്കലും ഒരു പേഴ്സണൽ റിവെഞ്ചായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ ആൾക്കാർ ഇത്ര അതിനുള്ളിൽ കൊണ്ടുപോയിരിക്കുന്നതൊക്കെ. അവർക്കൊക്കെ സമ്മാനം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമാണ്. ഈ പുള്ളിക്കാരി എന്താ ഗുണ്ടയോ? ഒന്നുമില്ലെങ്കിൽ അവരൊരു ആർട്ടിസ്റ്റല്ല, അതിന് നിലവാരമെങ്കിലും അവിടെ കാണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒട്ടുമല്ല. ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ ഓടി നടക്കുന്നുള്ള ഒരു ഇത്തിക്കണി ഓടി കിടക്കുന്ന മാതിരിയാണ്, വെള്ളത്തിൽ ഓടി നടക്കുമല്ല. എനിക്ക് ആ ഒരു ഫീലെ പുള്ളിക്കാരി നിന്നുള്ളൂ. പുള്ളിക്കാരി ടാസ്ക് കളിക്കുന്ന ആയാലും എല്ലാം വേറെയുള്ളവരെ കണ്ടന്റ് എടുത്ത് അങ്ങ് വലുതാവാനും ശ്രമിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീലായത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ ഈ സീസൺ 7 എല്ലാ ആൾക്കാരും വന്നിരിക്കുന്ന വഴക്കൂടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ വഴക്കൂടി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെപ്പോലെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ വന്നേക്കുന്നത്. അതുപോലെ അവിടുത്തെ BBSൽ പറയത്തക്ക രീതിയിൽ വലിയ ഒരു ഗെയിം കൊടുത്തൊന്നും ഇവർ വിന്നറായെന്നുള്ള രീതിയിൽ എനിക്കല്ല. മിഠായി പറക്കൽ ഈ ഉറിയടിയൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതിലൊരു പുതിയ വെർഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മിഠായിക്ക് പകരം മറ്റേ കല്ലുകളാക്കി മറ്റേ ഉറിയടിക്ക് കറങ്ങുന്ന പമ്പരത്തിൽ നിർത്തി ഉറിയടിപ്പിച്ചെന്നുള്ള രീതി മാത്രമാണ്. അല്ല പിന്നെ മറ്റേതൊക്കെ നമുക്കറിയാം. നമ്മൾ കണ്ണ് കെട്ടി ആനയ്ക്ക് വരയ്ക്കും നടക്കുക, കണ്ണും കെട്ടി അവരവൻ്റെ സ്പേര് സ്വന്തമായിട്ട് പോയെടുത്തൊരു കയ്യിൽ ഇതും കുത്തുന്ന, അതൊക്കെ നമ്മൾ ഈ സാധാരണ ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ള കേസ് ഉള്ളത് പറയാമല്ല. അന്നേരം വെറും ഫ്ലോപ്പായിട്ട് പോകുന്നൊരു പ്രോഗ്രാം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയാം. പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് അത് മോശ ചിന്താഗതിയാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് ഒരു സ്റ്റാൻഡേർഡുള്ള പെണ്ണുങ്ങളല്ലേ. കാരണം എല്ലാം വെറും സീറോ ആൾക്കാരാണ്. കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ, എല്ലാം വെറും വേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് കേസ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു അപ്ഡേഷൻ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ. പക്ഷേ BBSൽ ഇതുവരെയും പാട്ട് വീണിട്ടില്ല. അത് നിങ്ങൾ ആലോചിച്ചാലോ, അത് ഏതോ 7ൻ്റെ പണിയാണ്, 100% ഉറപ്പാണ്. അപ്പം ബൈ ബൈ, ടാറ്റാ.